നമസ്കാരം പ്രിയമുള്ളവരെ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലാണ് നമ്മളുടെ വീടുകളിലും അംഗങ്ങൾ ചേർന്നിട്ടുള്ളത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അതുകൂടാതെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ധനസഹായങ്ങൾ 1600 എന്ന രീതിയിൽ പ്രതിമാസ ധനസഹായം വാങ്ങുന്നു. അതുകൂടാതെ തന്നെ ഇനി ഭാവിയിൽ ഈ ധനസഹായം ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഉടൻ ഉണ്ടാവില്ല എങ്കിൽ പോലും വളരെ വൈകാതെ ഇത്തരത്തിൽ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ തന്നെ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പോൾ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകളല്ല നടത്തുന്നത്. വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെ റേഷൻ കാർഡ് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടി പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് തന്നെ, അതായത് വിവിധ മേഖലകളിൽ വിവിധ രംഗങ്ങളിലുള്ള പരിശോധനകൾ, റേഷൻ കാർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പരിശോധനകൾ, ഇതെല്ലാം തന്നെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അനർഹമായിട്ടുള്ളവർ 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. ഇവയിൽ തന്നെ പലരും അനർഹരാണ് എന്ന മുൻപ് തന്നെ വിവിധ പരാതികൾ ലഭിച്ചിട്ടുള്ളവരാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൊതുവായിട്ട് പരിശോധനകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സുഗമമായിട്ട് എല്ലാ മാസവും ആനുകൂല്യം വാങ്ങുന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന കാറ്റഗറിയിലുള്ളവർ പോലുമുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് പരാതി ഉയർന്നു വന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 5ഓളം വരുന്ന കാര്യങ്ങൾ, നമ്മളുടെ വീടുകളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുകയും ചെയ്യും. സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ജോലിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വിരമിച്ചവർ, അതായത് സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവരും ആവാൻ പാടില്ല. അത് മുൻപ് തൊട്ടുള്ള ഒരു നിയമം തന്നെയാണ്. അത് എല്ലാവരും തന്നെ പാലിക്കുന്നുണ്ട് താനും. എന്നാൽ ഇത് കൂടാതെ നമ്മളുടെ വീടുകളെയൊക്കെ അടിസ്ഥാനമാക്കി വരുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്നുള്ളത് 2 ഏക്കറിന് മുകളിലാവാൻ പാടില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഒരു വ്യവസ്ഥയാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലെ അത് ആർക്കെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിനോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗത്തിനോ അവരുടെ പേരിൽ വാഹനം ഉണ്ടാവാൻ പാടില്ല. 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള 4 ചക്ര വാഹനങ്ങൾ, അത്തരം വാഹനങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും പെൻഷൻ വാങ്ങുന്നതിന് അർഹതയില്ല എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥ. അതോടൊപ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തൃതിയുള്ള വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിൽ, വാർക്ക വീട് അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ മനോഹരമാക്കിയിട്ടുള്ള, ഗ്രാനൈറ്റ് ഒക്കെ പാകിയിട്ടുള്ള, ടൈൽ പാകിയിട്ടുള്ള, അപ്പോൾ അത്തരമുള്ള വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വീടിനെ അടിസ്ഥാനമാക്കി അതൊരു ഭൗതിക നിലവാരമായിട്ട് കണ്ടെത്തി പെൻഷൻ വാങ്ങാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അതോടൊപ്പം തന്നെ വീട്ടിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആഡംബര വസ്തുവായിട്ട് കണക്കാക്കുകയും അങ്ങനെയുള്ളവർ ആനുകൂല്യം വാങ്ങാൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥയുള്ളത്. ഇതുകൂടാതെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ വാഹനവും അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തൃതിയും സ്ഥലത്തിൻ്റെ അളവും ഇതെല്ലാം തന്നെ പരിശോധനാ വിധേയമാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടുകളിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയാകും. ഇനി അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമാണ് പ്രധാനമായിട്ട് അടുത്തത് കണക്കാക്കുന്നത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ പെൻഷൻ വാങ്ങുന്നതിന് അർഹതയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ പോലും നമുക്ക് പ്രശ്നമാണ്. സ്വമേധയാ നമുക്ക് പെൻഷനിൽ നിന്ന് മാറുന്നതിനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർന്ന വിഭാഗങ്ങളിലുള്ളവർ ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്നൊക്കെ മുൻപ് തന്നെ സർക്കാർ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും അത് പിന്നീട് നടത്താനായിട്ട് സർക്കാരിന് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ വിവിധ മേഖലകളിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് താനും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.